അന്തർദേശീയ വാർത്താ ഏജൻസിയായ റോട്ടേഴ്സിൻ്റെ ഏറ്റവും പുതിയ റിപ്പോർട്ടിൽ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ഇറാൻ സൈനികർക്ക് ഒരു പുതിയ നിർദ്ദേശം എത്തിയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ലെബനനെ കിടുകിടാ വിറപ്പിച്ചിലെ ഹിസ്ബുള്ളയുടെ അടിവേരറുത്ത പേജർ വാക്കി ടോക്കി സ്ഫോടനങ്ങൾക്ക് തൊട്ടുപിന്നാലെ ഇറാനിലെ എലൈറ്റ് റവല്യൂഷണറി ഗാർഡ് കോർപ്സിന് എല്ലാ അംഗങ്ങളോടും തങ്ങളുടെ ആശയവിനിമയത്തിന് ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ ഉടനടി നിർത്തിവെക്കാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഒപ്പം തന്നെ ആശയവിനിമയത്തിന് ഉപയോഗിക്കുന്ന എല്ലാ ഉപകരണങ്ങളും ചൈനയിൽ നിന്നും റഷ്യയിൽ നിന്നും മറ്റുമാണ് വാങ്ങിയിരിക്കുന്നത്. ചിലതൊക്കെ അവിടെ തന്നെ ഉൽപ്പാദിപ്പിക്കുന്നതുമുണ്ട്, അല്ലെങ്കിൽ അവിടെ തന്നെ നിർമ്മിച്ചവയുമുണ്ട്. അതൊക്കെ ഇപ്പോൾ നിർത്തിവെക്കാനാണ് ഇപ്പോൾ സേനയോട് ഇറാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. കാരണം കഴിഞ്ഞ ദിവസം ലെബനനിലെ ഹിസ്ബുള്ളയുടെ കയ്യിലിരുന്ന പേജറും വാക്കിട്ടോക്കിയും ഒക്കെ പൊട്ടിത്തെറിച്ചതിൻ്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇത്തരത്തിൽ സേനകളോട് തങ്ങളുടെ കമ്മ്യൂണിക്കേഷനായിട്ട് ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ നിർത്തിവെക്കാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഒപ്പം തന്നെ ഈ സൈനികർ ഏത് തരത്തിലാണ് ഇപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധപ്പെടുന്നില്ല, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് എന്നതിനെക്കുറിച്ച് വാർത്തയിൽ പറയുന്നില്ല എങ്കിൽ പോലും പേജർ സ്ഫോടനം ഉണ്ടാക്കിയ ഒരു ആഘാതത്തിൽ നിന്ന് ഇറാനും മുക്തി നേടിയിട്ടില്ല. കാരണം ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു അപ്രതീക്ഷിത തിരിച്ചടി തന്നെയായിരുന്നു ഈ ഹിസ്ബുള്ളയുടെ കയ്യിൽ ഇരുന്ന ഈ പേജറുകൾ പൊട്ടിത്തെറിക്കുന്ന ഒരു വാർത്ത. വലിയ രീതിയിൽ തന്നെ കാഷ്വാലിറ്റി ഉണ്ടാവുകയും ചെയ്തു. ഇത് ഇറാനിൽ ഉണ്ടാകാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് സേനയുടെ പക്കലുള്ള ആശയവിനിമയത്തെ ഉപയോഗിക്കുന്ന വാക്കി ടോക്കിയും മറ്റു ഉപകരണങ്ങളും അടക്കം നിർത്തിവെക്കാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.